ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഒരു ഡെലിവറിയുടെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ചെയ്യണത്. കിൻഡർ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു എൻ്റെ ഡെലിവറി. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞുകൊണ്ടിട്ടാണ് ഇന്ന്. ഡേറ്റ് ആയിട്ടില്ല, പക്ഷേ കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം അഡ്മിറ്റ് ആകാൻ പറഞ്ഞു എന്നോട് നേരത്തെ. അങ്ങനെ അന്ന് പോണതിൻ്റെ അന്നത്തെ രാവിലെ ഒരു എടുത്തു വെച്ചൊരു വീഡിയോ ഉണ്ട്. ഇങ്ങനെ ഇടാൻ വേണ്ടി എടുത്തു വെച്ചതല്ല, നമുക്കൊരു ഓർമ്മയ്ക്കായിട്ട് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുകയല്ലേ, അതാർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ കൃഷ്ണൻ്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാറ്. തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾക്ക് കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അവിടെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി ചായയൊക്കെ കുടിച്ച് റെഡിയായി വന്നിട്ടുള്ളതാണ് പിന്നെ ഉള്ളത്. ഇപ്പോൾ ഞങ്ങളത് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന സമയമാണ്. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചതാണ്. ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ കാണുമ്പോൾ ഒരു രസമല്ലേ ഇതൊക്കെ. അങ്ങനെ അപ്പോൾ ദേവ എന്നോട് നിനക്ക് പേടി ഉണ്ടാകുന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കണ ഒരു വീഡിയോ ഉണ്ട് ഇത്. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ടൊക്കെ റെഡിയായിരുന്ന് എല്ലാം എന്ന് വെച്ചാൽ അപ്പോൾ ഒരുക്കിയതല്ല. കാര്യം ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകണതുകൊണ്ട് നമ്മൾ കുറേശ്ശെയൊക്കെ നേരത്തെ തുടങ്ങി അങ്ങനെ വാങ്ങി വെച്ചും അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വ്ളോഗൊക്കെ എടുത്ത് വെച്ചതാണ്. അങ്ങനെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് കിൻഡർ ഹോസ്പിറ്റൽ. കളമശ്ശേരി പത്തടിപ്പാലത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ബാക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല കേട്ടോ. കുറേ ആയിട്ട് അങ്ങനെ ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് കാണുന്നതൊക്കെ നമ്മൾ വാങ്ങി വെച്ച് അങ്ങനെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ദേവൻ്റെ അമ്മയും കൂടി വന്നിട്ടുണ്ടായിട്ട് അങ്ങോട്ട്. അത് കഴിഞ്ഞ് റൂമെടുത്ത് റൂമിലേക്ക് പോയി. റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സ്യൂട്ട് റൂമായിരുന്നു ഇത്. നല്ല ഇതായിരുന്നു, നല്ല സ്പേസൊക്കെ ഉള്ള റൂമായിരുന്നു ഇത്. എൻ്റെ ബെഡ് തൊട്ടടുത്ത് തന്നെ ബൈസ്റ്റാൻഡറൊക്കെ ഉള്ള ബെഡുണ്ട്. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു ലോഞ്ചുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല സ്ഥലവും സൗകര്യവും ഒക്കെ ഉള്ള ഒരു ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ദേവനതൊന്നും കൂടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനവിടെ കാണിച്ചുകൊണ്ടിരുന്നത് സ്മിത എന്ന് പറഞ്ഞ ഡോക്ടറെയാണ്. നല്ല ഡോക്ടർ കേട്ടോ, സ്മിത സുരേന്ദ്രൻ. ഹോസ്പിറ്റലിൻ്റെ ഒരു വൈബല്ലായിരുന്നു. നമ്മളെന്തോ റിസോർട്ടിലൊക്കെ ചെന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. കാര്യം റൂമും കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റൽ അതല്ലല്ലോ, അങ്ങനത്തെ രീതിയല്ലായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. സ്യൂട്ട് റൂമാണെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കാണിക്കണത് പിറ്റേ ദിവസം വെളുപ്പിന് ഒരു 4:30 ഇതാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയപ്പോൾ അവിടെ ദൈവം കയറി കിടക്കണേ. അപ്പോൾ എൻ്റെ അടുത്ത് 5 മണിയാകുമ്പോഴേക്കും ലേബർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ദൈവനെടുത്ത് വെച്ചൊരു വ്ളോഗാണ് ഇത്. കൊണ്ടുപോകണം അങ്ങനെ സമയം 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോടൊരു 4:45 റെഡിയായിരുന്നു അങ്ങോട്ടേക്ക് പോകാനായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് തലേ ദിവസം വിട്ടത്. അങ്ങനെ ഞാൻ റെഡിയാവണേ. അപ്പോൾ ഞാൻ റെഡിയാവണ സമയത്ത് ദൈവം വന്ന് എന്തോ കമൻ്റൊക്കെ പറയുന്നുണ്ട്. നീ ഇത്ര ഒരുങ്ങി പോണേ എന്താണ് എന്നൊക്കെ ചോദിച്ചെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു കാര്യത്തിന് വേണ്ടി പോകണല്ലേ, അപ്പോൾ ഇത്തിരി ഒരുങ്ങിയൊക്കെ പോവാം. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോകണല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ പോകാം. അവനെന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ നന്നായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനും തിരിച്ച് പറയണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വേറെ കണ്ണൊന്നും എഴുതിയില്ല. ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷായി ഒന്ന് എഴുന്നേറ്റ് ഒന്ന് വൃത്തിയായി, അത്രേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി ഞാൻ പതിയെ റെഡി ആയിട്ടൊക്കെ ഇരുന്നിട്ടാ. എനിക്കങ്ങനെ ഇപ്പം എനിക്ക് വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ എഴുന്നേറ്റ്. പിന്നെ ഉറക്കം പൊതുവെ കുറവാണല്ലോ, കുറച്ച് നാളായിട്ട് ഉറക്കം നമുക്ക് ഇത്തിരി അത്യാവശ്യം എനിക്ക് നന്നായിട്ട് വയറൊക്കെ താഴേലേക്കായിട്ടുണ്ടായി. ഡേറ്റ് ആയിട്ടില്ലെങ്കിലും കുറച്ച് അത്യാവശ്യം എൻ്റെ നടപ്പിൻ്റെയും ഓട്ടത്തിൻ്റെയൊക്കെ ആയിരിക്കും, ജോലിക്ക് പോകണോണ്ടൊക്കെ ആയിരിക്കും.
അങ്ങനെ. പക്ഷെ എനിക്കങ്ങനെ അല്ലാതെയുള്ള ക്ഷീണമൊന്നുമില്ല. പിന്നെ ചെറിയ ചുമയും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെ റെഡിയായി. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞ് ദേവൻ്റെ അടുത്തൊരു വ്ളോഗാണ് ഇത്. അങ്ങനെ പ്രസവിക്കാൻ പോണേണ്. ഇപ്പൊ തന്നെ നേഴ്സ് വന്ന് വിളിച്ചിട്ടുണ്ട്. റെഡി ആയിരിക്കണേണ് ഗായ്സ്. രാവിലെ തന്നെ ഉറക്കം 4:45 തന്നെ എണീറ്റ് പോണേണ് ലേബർ റൂമിലേക്ക്. ഇപ്പൊ തന്നെ പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് ഇപ്പൊ തന്നെ പ്രസവിപ്പിക്കുന്ന പറയണ. കെട്ടെടുപ്പും ബേബിയുടെ ടവലൊക്കെ ഇട്ടാണ് വരാൻ പറഞ്ഞിരിക്കണ. നേഴ്സ് ഇപ്പൊ വന്നിട്ട് നേഴ്സ് അപ്പൊ തന്നെ വരും. ഞങ്ങളിപ്പൊ തന്നെ പോയി പ്രസവിക്കും. ഇതിനിപ്പൊ തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകും അല്ലേ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എനിക്ക്? ഇല്ല. പറയൂ, താങ്കൾ പറയൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക്? നോ ടെൻഷൻ. പേടിയൊന്നുമില്ല. സുഖമായിട്ട് പോയി പ്രസവിക്കും. നോർമൽ ഡെലിവറി സെറ്റാക്കിയിട്ടല്ലോ പറയണ. ഇപ്പൊ പൊളിച്ചിട്ടോ. ഓക്കെ, വന്നിട്ട് കാണാം. ടാറ്റ. പോയിട്ട് വന്നിട്ട് കാണാം. ടാറ്റ. അങ്ങനെ ഞാൻ ലേബർ റൂമിലേക്ക് പോണൊരു സീനായിട്ടത്. അങ്ങനെ ഇതിനു മുമ്പ് ഒരു 1-2 തവണ ഞാൻ പോയിട്ടുണ്ടായിട്ട് 2 തവണ പോയി തിരിച്ച് റൂമിൽ വന്നായിരുന്നു. എന്നിട്ട് ഫൈനലായിട്ട് ഒരു 9 മണി കഴിഞ്ഞപ്പോൾ പോകണം ആ ഒരു പോക്കാണേ ഇത്. ഈ പോയത് അത് കഴിഞ്ഞ് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരണത്. അപ്പോൾ ദേവൻ പുറത്തു നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്ട് ഇനി ഇത് എപ്പോഴാണെന്നുള്ളൊരു എന്താകും എന്നും അറിയില്ല. ഈ സമയത്ത് എനിക്ക് കുറച്ചൊരു പെയിനല്ല, കുറച്ചൊരു കൺട്രാക്ഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള സമയമാണിത്. അധികം വലിയ പെയിനായിട്ടില്ല, ചെറിയൊരു കൺട്രാക്ഷൻ മാതിരി. പിന്നെ ഡെലിവറി കഴിഞ്ഞ് C-സെക്ഷനായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇതിൽ ആകെ കുട്ടിയുടെ അച്ഛനെയും അല്ലെങ്കിൽ അമ്മയും, അതായത് ഹസ്ബൻഡ് വൈഫിൻ്റെ അമ്മമാരും കുട്ടിയുടെ അച്ഛനെ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. അല്ലാത്ത വിസിറ്റേഴ്സ് ഇവിടെ അലൗഡല്ല. അത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് എല്ലാവരെയും കാണിക്കുള്ളൂ. അപ്പോൾ ഇത് ദേവൻ ആ ഡെലിവറി കഴിഞ്ഞ ആ സമയത്ത് തന്നെ കാണുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ ദേവൻ വാവേനെ വാങ്ങി. ഞങ്ങൾക്ക് ബേബി ബോയ് ആണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ ഭയങ്കര ദേവൻ്റെ ചിരി കണ്ടറിയാൻ ഭയങ്കര എന്താ ക്യൂരിയസ് ആയിട്ട് ഇരിക്കണ ഒരു ഇത്. അവൻ കരഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ വാവേന എല്ലാവരും വാങ്ങി. അമ്മ ദേവൻ്റെ അമ്മയാണത്. എല്ലാവർക്കും ഇങ്ങനെ അതിശയപ്പെട്ട് സന്തോഷം കൊണ്ടൊക്കെയാണ് എല്ലാവരും. അങ്ങനെ എൻ്റെ അമ്മയും വാങ്ങി. വാവേനെ ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് കേട്ടോ ഇത്. എൻ്റെ വീട്ടിലെയും ദേവൻ്റെ വീട്ടിലെയും ആദ്യത്തെ ബേബിയാണേ. അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം എല്ലാവർക്കും ഇതാണ് കേട്ടോ. നമ്മൾ അല്ലാതെയുള്ളൊരു എൻട്രി ഇങ്ങനെയാണ്. കിൻഡർ ഹോസ്പിറ്റലിൽ ബേബി ബോയ് ആണെങ്കിൽ കിൻഡർ പ്രിൻസ് എന്നും, ഗേൾ ബേബി ആണെങ്കിൽ കിൻഡർ പ്രിൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതേപോലെ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ബേബീനെ പ്രസൻറ്റ് ചെയ്യണത്. ഇവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ളവർ. ഇപ്പോൾ ഇത്രയും പേരാണ് ആ ടൈമിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ചേട്ടൻ്റെ വൈഫ്, ദേവൻ്റെ അനിയൻ, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടായി. അപ്പോൾ ദേവും സുഖമില്ലാതിരിക്കണുണ്ട് ആ സമയത്ത്. അവളും പ്രഗ്നൻ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആദ്യത്തെ ബേബിയാണല്ലോ പിന്നെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവളാണ് ആദ്യം വാവേനെ ഇവിടെ വെച്ച് അവളാണ് ആദ്യം വാങ്ങിയത്. അങ്ങനെ എല്ലാവരുടെയും ആ ഒരു കാത്തിരിപ്പ് ഇതായി. എല്ലാവരും ഭയങ്കര ചിരിയും. ദേവൻ എന്നിട്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഇതൊക്കെ എന്നോട് പറയണായിരുന്നിട്ട് അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വാവ എങ്ങനെയുണ്ട്, ഞാൻ കണ്ടെങ്കിലും എനിക്ക് അവൻ്റെ അത്രയും കുറച്ചൊരു ഇതല്ലായിരുന്നു. ഞാൻ മയക്കത്തിലായതാണ്, എനിക്ക് അത്ര ഇതായിട്ട് ഞാൻ മുഖം കണ്ടില്ല. അപ്പം ദേവൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതത് കഴിഞ്ഞ റൂമിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് 4-ാം ദിവസമാണ് ഞാൻ ഡിസ്ചാർജ് ആവണത്. വൈകിട്ടായി, അത്യാവശ്യം കുറച്ചൊന്ന് വൈകിയായിരുന്നു. ഒരു 7-8 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണത്. എനിക്ക് നടക്കാനൊന്നും പ്രശ്നമുണ്ടായില്ല. പിന്നെ ആ ഒരു അവശതയും ക്ഷീണമൊക്കെ ഉണ്ടെന്നാലും ഞാൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ വണ്ടിയിൽ അവരെന്തൊക്കെയോ റിബൺ വെച്ചിട്ട് ചെറിയ അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ബോയ് ആണെങ്കിൽ ബ്ലൂ കളറും ഗേളാണെങ്കിൽ പിങ്ക് കളറും വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. അതൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്കും അവർ ആരതിയൊക്കെ ഉണ്ടാക്കി. വാവേനെ ആരതി ഒഴിഞ്ഞൊക്കെ അകത്തേക്ക് കയറ്റിയത്. അങ്ങനെ ആരതി ഒഴിയണത് ദേവു ആരതി ഒഴിയണ ഒരു സീനാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ്
എല്ലാവരും ആരതി എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ ദത്തന് ഇവിടെ നിൽപ്പുണ്ട്. അവനാണ്ട് ഈ ആരതികൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞു അകത്ത് കയറി അങ്ങനെ ഇരുന്നു. അപ്പോൾ അതത്രയേ ഉള്ളൂ. വീട്ടിൽ വന്നു. അപ്പോൾ കിൻഡർ ഹോസ്പിറ്റലിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ലതാണ്. എനിക്ക് നെഗറ്റീവായിട്ടൊന്നും പറയാൻ ഇല്ല അവിടെ. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പിംഗാണ് ഈ കാണിക്കുന്നത്. എടാ ക്യാമറ ഒന്നപ്പോൾ കണ്ണടച്ച് എടാ ഇത്ര നേരം നീ കാണിച്ച എക്സ്പ്രഷൻ കാണിക്കണ കരഞ്ഞ സൗണ്ട് ഉണ്ടായില്ല. ഇതാണ്ട് ഞങ്ങളുടെ വാവ. ഇത് നമ്മൾ കിൻഡർ ഹോസ്പിറ്റലിലെ വേറൊരു നല്ലൊരു എന്താ കോൺസെപ്റ്റാണ് അവരുടെ. നമുക്കൊരു കോംപ്ലിമെൻറ്റ് പോലെ ഒരു ഫോട്ടോ അവരെടുത്ത് തരും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പക്ഷെ നമ്മൾ എക്സ്ട്രാ കുറച്ചുകൂടി പേ ചെയ്ത് കഴിഞ്ഞാൽ വേറെയും കുറേ ഇതായിട്ട് നമുക്ക് ചെയ്തു തരാം. അപ്പോൾ ഞങ്ങൾ എടുത്ത ഫോട്ടോസ് കംപ്ലീറ്റ് നമ്മൾ മെയിലിൽ വാങ്ങി. പിന്നെ നമുക്കൊരു 3 ഫ്രെയിം ചെയ്തതും ഒരു 20 പ്രിൻ്റ് ഔട്ടും എഡിറ്റ് ചെയ്തതും അതും കിട്ടിയിട്ടുണ്ടായിട്ടോ. ഞങ്ങൾ എല്ലാ ഫോട്ടോസും വാങ്ങി. കാരണം നമുക്കാണെങ്കിലും ഇവിടെ ഫ്രെയിം ചെയ്തൊക്കെ വെക്കാമല്ലോ, ഒരു കൊളാഷ് പോലെയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ഫോട്ടോസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ കയ്യിൽ നിന്ന്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതുവരെ അങ്ങനെ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇത് ഞങ്ങൾ 3 പേരും കൂടെയുള്ള ഫസ്റ്റ് ഫോട്ടോയാണ് ഇത്, ഫാമിലി ഫോട്ടോ. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മോൻ്റെ പേര് മാധവൻ എന്നാണ്. അവനിപ്പോൾ 5 മാസമായി. ഇതാണ് കേട്ടോ മാധവൻ്റെ ആ ഒരു ജനിച്ച സമയത്തുള്ള ഫോട്ടോ.